90,000 രൂപ വലിയ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇവർ നമുക്ക് തന്നിട്ടുണ്ട്. 90,000 രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് 18 മാസത്തെ ടെന്യൂറാണ് അവർ തന്നിട്ടുള്ളത്. വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വെരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് ഇവർ ഈ എമൗണ്ട് തന്നത്. ചിലപ്പോൾ എമൗണ്ട് ഇനിയും എൻഹാൻസ് ചെയ്ത് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ എമൗണ്ടുകൾ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ലോൺ ആപ്ലിക്കേഷൻ ആണ്. ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പക്കയായിരിക്കണം, നിങ്ങളുടെ ട്രാക്ക് പക്കയായിരിക്കണം. ട്രാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററിയാണ് കേട്ടോ. ലോൺ ഹിസ്റ്ററി അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നൊക്കെ പറയില്ലേ. നിങ്ങൾ മുന്നേ എടുത്തിട്ടുള്ള ലോണുകളൊക്കെ നന്നായിട്ട് അടച്ചൊരു കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ വർക്കിംഗ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഇപ്പോൾ ഒരുവിധം കേരളത്തിലെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. ഇതിന് മുന്നേ ലിമിറ്റഡ് ആയിട്ടുള്ള സിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറെ പേർക്ക് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. ലിമിറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒക്കെ മാറി എല്ലാ സ്ഥലങ്ങളിലേക്കും ഓൾമോസ്റ്റ് അവർ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. 3 ലക്ഷം രൂപ വരെയുള്ള ഇൻസ്റ്റന്റ് ലോണുകൾ നമുക്ക് ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ് നോക്കുകയാണെങ്കിൽ ഹീറോ ഫിൻകോർപ്പ്, ലിക്കി ലോൺസ് ഒക്കെയാണ് ഇവരുടെ ലെൻഡിങ് പാർട്ട്നേഴ്സ്. അപ്പോൾ കുഴപ്പമില്ലാത്ത ലെൻഡിങ് പാർട്ട്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഗൂഗിളിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഡീറ്റെയിൽസ് അവിടെ കിട്ടും. എല്ലാ കാര്യങ്ങളും അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഹൈദരാബാദാണ് വരുന്നത്. ഇനി നമുക്ക് ഇവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഒരു 18,000 രൂപ ആവറേജ് ഒരു മാസം സാലറി അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നാണ്. പിന്നെ സെൽഫ് എംപ്ലോയിഡ് ഒക്കെ ആണെങ്കിൽ 20,000 ആണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബാങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സിബിൽ സ്കോർ 725+ ആണ് ഇവർ പറയുന്നത് കേട്ടോ. പക്ഷേ 700+ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 725 ഒക്കെയാണ് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ട്രാക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ചെയ്ത് നോക്കാം. ഏജ് ലിമിറ്റ് 22 to 55 വയസ്സിനുള്ളിൽ ഇടയിലുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി നമ്മൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. അതിന്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് വീഡിയോ കൊണ്ട് കണ്ടു നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അവിടെയുള്ള ആ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിലോട്ടൊരു വെരിഫിക്കേഷൻ ഉണ്ട്. ആ വെരിഫിക്കേഷൻ നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യുക. ആ കംപ്ലീറ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് താഴെ പോയി കഴിഞ്ഞാൽ അപ്ലൈ ഫോർ എ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുക. അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ലോൺ ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ തെറ്റാതെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അപ്രൂവൽ റേറ്റ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ തെറ്റാണെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് എത്ര എമൗണ്ട് വേണം, നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ, പിന്നെ നമ്മുടെ ഹിസ്റ്ററി ഒക്കെ വെരിഫൈ ചെയ്യാനായിട്ട് ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതൊക്കെ കറക്റ്റ്ലി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് ഗെറ്റ് ഓഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഗെറ്റ് ഓഫർ എന്നൊരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫർ അവർ നമുക്ക് കാണിച്ചു തരും. ഇപ്പോൾ 1,04,000 രൂപ വരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ് നമുക്ക് ഇവരോട് കാണിച്ചു തന്നേക്കുന്നത്. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആയിട്ടുള്ള ഒരു ഓഫർ നമുക്ക് അവരോട് കാണിച്ചു തരും. അപ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ 90,000 രൂപയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് EMI വരുന്നത് 15,080 രൂപ. 1.83% ആണ് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ടെന്യൂർ നമുക്ക് 6 മന്ത് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഡിസ്ബേഴ്സൽ എമൗണ്ട് എന്ന് പറയുന്നത് 89,320 രൂപയാണ് നമുക്ക് ഡിസ്ബ് ചെയ്യാനായിട്ട് പറ്റുക 90,000 രൂപയിൽ. അപ്പൊ എല്ലാ ചാർജസും കഴിച്ച് നമുക്കൊരു 89,320 രൂപ നമുക്ക് ഇവിടെ കിട്ടും. ആ 320 രൂപ നമ്മൾ 15,080 EMI വെച്ച് ഒരു 6 മന്ത് കൊണ്ട് പേ ചെയ്യണം. നമുക്ക് 18 മാസം വരെയുള്ള ടെന്യൂർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടെന്യൂർ ഒന്നും കുഴപ്പമില്ല കേട്ടോ. 18 മാസം വരെയുള്ള ടെന്യൂറുകളുണ്ട്. ഇനി ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. താഴെ പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രൊസീഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ KYC വെരിഫൈ ചെയ്യാനായിട്ട് പറയും. നമ്മുടെ നോ യുവർ കസ്റ്റമർ എന്നാണല്ലോ KYC. അത് നമ്മൾ വെരിഫൈ ചെയ്യുക. KYC ഇപ്പോഴും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുത്ത് നമ്മുടെ KYC ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രൊസീഡ് കൊടുത്ത് നമുക്ക് ഇവിടെ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ KYC കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വലിയ ടൈം ഒരു 10 മിനിറ്റോളം എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത് KYC പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് ഇനി വരുന്ന സ്റ്റെപ്പിൽ നമുക്ക് ഏത് അക്കൗണ്ടിലോട്ടാണ് നമുക്ക് പൈസ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതിലേക്കാണ് പൈസ വേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ വിവരങ്ങൾ അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തതിന് ശേഷം ഒരു എഗ്രിമെന്റ് ഉണ്ട്, അത് വായിച്ചു നോക്കുക. എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യുക. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴെ എഗ്രി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ എഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാലതാമസം ഇല്ലാതെ ഈ എമൗണ്ട് 2 മണിക്കൂറൊക്കെയാണ് മാക്സിമം. പക്ഷേ മോസ്റ്റ് ഓഫ് എല്ലാ കസ്റ്റമേഴ്സിനും പെട്ടെന്ന് തന്നെ ക്രെഡിറ്റ് ആവാറുണ്ട്. 2 മണിക്കൂറാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. 2 വർക്കിംഗ് ഡേയ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടാറുണ്ട്. പ്രിഫർ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ റിവ്യൂസ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക.
ഇനി എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇവരുടെ സർവീസ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ഇടുവാണെങ്കിൽ ഇനി വരുന്ന യൂസേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എടുത്തവരും ഇനി എടുക്കാൻ പോകുന്നവരൊക്കെ ഒന്ന് നോക്കിയേക്കുക. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഞാൻ പണ്ടോട്ട് യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോയുടെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.